സഹോദരേ, ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തതിൽ ഒരു നല്ലവനായ മനുഷ്യൻ എന്നോട് പറഞ്ഞു, പ്രായമായല്ലോ, ഇനിയും അടങ്ങിയിരിക്കരുതെന്ന്. ശരിയാ മക്കളെ, ഞാൻ അടങ്ങിയിരിക്കാം. ഏത് കാലത്താണ് ആത്മീയ വേണ്ടെന്ന് വെച്ച് അടങ്ങിയിരിക്കുന്നത്? നീ ബൈബിളിൻ്റെ കാര്യം എടുത്ത് പട്ടി. നിന്നോട് ഞാൻ പറയുക, ആത്മീയവേല അത് ഏത് തെറ്റോ തിന്മയോ കണ്ടാൽ അത് പറയാതെ എൻ്റെ കടമയാ. അല്ല, നീയൊക്കെ മറ്റടുത്ത് പോയി കടന്നു കൊടുക്കുന്ന ചിന്താഗതി അല്ല എൻ്റേത്. അവരുടെ മക്കളെ, നിന്നോട് ഞാൻ പറയുക, ഇനിയും ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. എൻ്റെ ജീവചരിത്രം, ഞാൻ എൻ്റെ ചെറുപ്പക്കാലം മുതൽ, അതായത് ഞാൻ ജനിച്ച കാലം തൊട്ട്, എൻ്റെ ജനിച്ച കാലം തൊട്ട് എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ ആത്മീയവേലയ്ക്ക് നേർന്നതാണ്. ആത്മീയവേല എന്താന്ന് നിനക്കൊക്കെ അറിയാമോടാ പട്ടി? ഞാൻ പറഞ്ഞുതരാം. ആത്മീയവേല എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് തൊട്ട് പുരോഹിത വേലയാണ്. ഇന്നത്തെ പുരോഹിതന്മാർ എന്ത് വേലയാണ് ചെയ്യുന്നത്? അവരൊക്കെ നെടുകടന്ന് കുമ്പസാരവും കുർബാനയും ശവസംസ്കാരവും അത് കഴിഞ്ഞിട്ട് എല്ലാ ആളുടെ കുർബാനയിൽ കൈമടക്കം മേടിക്കുന്ന തന്തയ്ക്ക് മറക്കാത്തവന്മാരാണ് ഇന്നത്തെ പുരോഹിതന്മാർ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് നിങ്ങൾ എല്ലാവരും കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. സാരമില്ല മക്കളെ, എന്നെ ആത്മീയ വേലയ്ക്ക് നേർന്നതാണ്. കാരണം എൻ്റെ മൂത്ത ഒരു സഹോദരനുണ്ടായിരുന്നു. ആ സഹോദരൻ 5 വയസ്സായപ്പോൾ അവൻ്റെ കൈപ്പത്തിന് പുറത്ത് ഒരു മുഴ വന്നു. മാതാപിതാക്കന്മാർ അവനെ തിരുവല്ലയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ ചികിത്സ കൊടുത്തു, പക്ഷെ പ്രയോജനമില്ല. പിന്നെ ആ മുഴ വളർന്നു വന്നു. അവർ പറഞ്ഞു, ഇനി സമയമില്ല, അതുകൊണ്ട് കുഞ്ഞിന് വേണ്ടുന്ന ആഹാരങ്ങൾ, ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, അതേ ഉള്ളിന് പ്രതിമതി. സാരമില്ല. അവിടുന്ന് എൻ്റെ മാതാപിതാക്കന്മാർ ആഗ്രഹിച്ചു, ഒരു മകളെ ഉണ്ടായി. മകൾ സുന്ദരിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കന്മാർ പ്രാർത്ഥിച്ചു, ഇനി ഒരു കുഞ്ഞിനെ കിട്ടിയാൽ ആത്മീയ വേലയ്ക്ക് വിടാമെന്ന്. ആ മനുഷ്യനാണ് ഞാൻ. എന്തുകൊണ്ടും നിങ്ങളോട് പറയാമല്ലോ, 10 വയസ്സ് വരെയും ആ മാതാപിതാക്കന്മാരുടെ കൂടെ ദേവാലയത്തിൽ പോയി ശുശ്രൂഷയിൽ പങ്കെടുത്തു. 10 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ തനിയെ പ്രഭാത നമസ്കാരത്തിൻ്റെ സമയത്ത് പോയി കുർബാന അപ്പം ഉണ്ടാക്കുന്ന സമയം, ആ കുർബാന അപ്പം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ പങ്കെടുത്തവനാണ് ഞാൻ 4-5 വർഷം എല്ലാം കണ്ടും കേട്ട് ജീവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് നിസ്സാര കാര്യമല്ല.
ആത്മാർത്ഥതയോ വിശ്വസ്തയോ പോരാ. ആത്മീയം ജീവിതത്തിലുണ്ടാകണം. ഇന്നേത് തന്തയ്ക്ക് പിറക്കാത്ത പുരോഹിത വർഗത്തിലുണ്ട് ആത്മീയം. നീയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ തന്തയ്ക്ക് പിറക്കാത്തവന്മാർ ഇതിനൊക്കെ ഇവിടെ ആത്മീയമുണ്ട്. നിങ്ങൾ പെണ്ണുങ്ങളെ ഓരോ ഇത് പഠിപ്പിക്കുക. ഓർത്തോസഭയെ ഞാൻ പറയുന്നത്, നിങ്ങളെ ഓർത്തോഡോക്സ് സഭയിലെ പെണ്ണുങ്ങളെ നേതൃത്വ പരിശീലന ക്യാമ്പ് കൊടുക്കുന്നു. അവളുമാരുടെ കൂടെ ഒടുവിൽ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ആ മക്കളെല്ലാം കൂടെ ഞങ്ങൾക്കെല്ലാത്തിനും അധികാരമുണ്ട്. ഏത് മാർത്തമറിയ സമാജത്തിന് ഊത്തിച്ച് പോലെ നിനക്കൊക്കെ അറിയാമോ? ഈ ലോകത്തിൽ ദൈവം ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ നിനക്കൊക്കെ ഏതെങ്കിലും വിശ്വാസമുണ്ടോ? വേണ്ട. ഞാൻ അന്നത്തെ പക്ഷെങ്കിൽ ഞാൻ ദൈവിക വഴിക്ക് പോയില്ല. കാരണം എന്നിൽ നിന്ന് വിശ്വാസമല്ല, പ്രവൃത്തി. മറ്റുള്ളവർക്ക് പാഠമായി ജീവിക്കുക ഇതെന്നെ കൊണ്ട് കഴിയത്തിൽ കണ്ടുകൊണ്ട് ഞാൻ ദൈവിക വേലയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അവിടെ പോട്ടെ, ഞാൻ പറഞ്ഞുതരാം ദൈവിക വില എന്തുവാ. നിനക്കൊക്കെ അറിയാമോ? എന്നോട് ചോദിച്ചവരോട് ഞാൻ ചോദിക്കുക. ദൈവിക വില, ദൈവം പറഞ്ഞ വാക്കുകൾ, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അവൻ പറഞ്ഞതും കേൾപ്പിച്ചതുമായ കാര്യങ്ങൾ അനുസരിച്ച് ആത്മീയവേല ചെയ്യുക. അല്ലാതെ ഞാൻ അങ്ങോട്ട് ചെന്ന് ശവസംസ്കാര ശുശ്രൂഷിച്ച് അങ്ങ് അരവനെ കയറി അവിടെ കൂടെ കിടക്കുകയല്ല. ആത്മീയവേല ദരിദ്രവാസി പുരോഹിതന്മാരെ നിന്നോടൊക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞു തരിക. ഞാൻ ആത്മീയവേലയ്ക്ക് പോയില്ല. കാരണം കത്തോലിക്ക സഭയിലെ ഫ്രാങ്കോ മുളയ്ക്കലെ പോലെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഏതൊരു മനുഷ്യരെങ്കിലും എന്നെ ചോദ്യം ചെയ്യാമെങ്കിൽ കത്തോലിക്കല്ല, യാക്കോബല്ല, ഓർത്തഡോക്സ് സഭയിലെ പുരോഹിത മെത്രാനോ എന്നോട് ചോദിക്കാമെങ്കിൽ ചോദിക്ക്. മക്കളെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിനക്ക് ഏത് പാതയിൽ കൂടാ നടക്കുന്നെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഞാൻ കൊണ്ട് പറഞ്ഞില്ല. ഞാൻ ആത്മീയ വേലയ്ക്ക് പോയില്ല. എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഞാൻ ആത്മീയ വേലയ്ക്ക് പോകുന്നില്ല. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് കിട്ടുന്ന കാശിൻ്റെ ഒരു ഷെയർ ആത്മീയ വേലയ്ക്ക് കൊടുക്കാം. അതാണ് ആത്മീയ വേല എന്താണെന്ന് നിന്നോടൊക്കെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് ചിന്തിക്കരുത്. എൻ്റെ അപ്പൻ എന്നോടൊന്നും പറയാൻ സാധിച്ചില്ല. കാരണം ഞാൻ പറഞ്ഞത് ശരിയാ. അവിടുന്ന് ആത്മീയവേല വിട്ടു. ഞാൻ 5-8 വർഷം പള്ളിയിൽ കുർബാനയ്ക്കും പ്രഭാത നമസ്കാരത്തിനും എല്ലാം
കൂടി നടന്നെങ്കിലും ഞാൻ അവിടുന്ന് വിട്ടുമാറിയപ്പോൾ എനിക്ക് വലിയൊരു ബാധയുണ്ടായി. ആ ബാധ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു പണക്കാരൻ്റെ മകൾ എന്നെ വശീകരിച്ചു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അവിടത്തല്ല, ഞാൻ പെർളസിലെ ഏറ്റവും വലിയ പോക്രിയായിരുന്നു എന്ന് പറഞ്ഞാൽ, എന്നെ നേരിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നന്മയല്ലെങ്കിൽ ഞാൻ അവൻ്റെ അണക്കടിക്കുമായിരുന്നു. എന്നും പല അവന്മാരുകൊണ്ട് സാരമില്ല. ഒടുവിൽ എനിക്ക് നാട്ടിൽ നിൽക്കാൻ വയ്യാതായി. ഞാൻ അവിടുന്ന് എൻ്റെ കസിനെഴുതി, അച്ചായ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ നിൽക്കാൻ പ്രയാസമാണ്, മോനെ നീ പേടിക്കണ്ട, 2 മാസം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്നെ ആ അച്ചായൻ നാഗ്പൂരിൽ സെൻറ്ററിൽ കൊണ്ടുപോയി അവരുടെ കൂട്ടത്തിൽ താമസിച്ചു. ബോബ് സിംഗ് എന്ന മനുഷ്യൻ ബാരക്ക് ഇൻചാർജ്, അവൻ്റെ കൂടെ അവൻ്റെ ബാരക്കിൽ ഞാൻ താമസിച്ചു. 6 മാസം ഞാൻ അവിടെ താമസിച്ചു. ഹിന്ദി നന്നായി സംസാരിക്കാൻ പഠിച്ചു. പക്ഷേ ഒരു കാര്യം ആദ്യമായിട്ട് പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു മനുഷ്യനും സഹായിച്ചിട്ടില്ല. എൻ്റെ അപ്പനും അമ്മയും എന്നെ സഹായിച്ചിട്ടില്ല. ഞാൻ SSLC പാസ്സായി. എനിക്ക് 3 രൂപ ഫോട്ടോയ്ക്ക് കൊടുക്കാനായിട്ട് എൻ്റെ അപ്പനും അമ്മയും തന്നില്ല. ഞാൻ അവരോട് വഴക്കുണ്ടാക്കിയോ? ഇല്ല, നെവർ. അത് കഴിഞ്ഞു. ഒടുവിൽ നാഗ്പൂർ ചെന്ന് നേവിൽ ജോലി കിട്ടുന്നതിന് എനിക്ക് കുറച്ച് കാശ് കൊടുക്കേണ്ടി വന്നു. എൻ്റെ പിതാവിനോട് ഞാൻ എഴുതി. പുള്ളി പറഞ്ഞു, എൻ്റെയിലുള്ള കാശ് എൻ്റെ അപ്പൻ എനിക്ക് തന്ന അല്പസ്ഥലം മാത്രമേ ഉള്ളൂ, അത് എൻ്റെ മരണം വരെ എനിക്ക് അനുഭവിക്കാനുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നും പറഞ്ഞില്ല. യു റിമെമ്പർ ദാറ്റ് EMB സെൻറ്ററിലെ നമ്പർ 4 ബറ്റാലിയൻ ജോലിക്കാരുടെ കൂടെ കാശ് പിരിച്ചെൻ്റെ നേവിൽ ജോലി ലഭിച്ചു. മനസ്സിലാക്കുക, ഞാൻ എങ്ങും തോറ്റില്ല. ആത്മാർത്ഥതയ്ക്ക് ഉണ്ട് വില. ഞാൻ നേവി ചേർന്നു. 6 വർഷമേ ജോലി ചെയ്തു. ആ 6 വർഷം ഞാൻ നേവിക്ക് വേണ്ടി അത്യധികം കഠിന അധ്വാനം ചെയ്തു. അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയുടെ ചരിത്രത്തിൽ INS ഹാത്തിയിലെ ജോലി ചെയ്തിരുന്ന ജോർജ് തോമസിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കുക. 6 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂട്ടുകാരുണ്ടായിരുന്നത് ലഫ്റ്റനന്റ് മേനോൻ, ലഫ്റ്റനന്റ് രാമേന്ദ്രനൊക്കെ ആയിരുന്നു. ലഫ്റ്റനന്റ് മേനോനാണ് ഞങ്ങളുടെ ഡിവിഷൻ ഇൻചാർജ്. ഞാൻ ഒരു സ്ഥലത്ത് പോയി ഒരു പട്ടികൾക്കും അടിമയായി ജോലി ചെയ്തിട്ടില്ല. ഞാൻ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്തു. ലഫ്റ്റനന്റ് മേനോന്
എന്നോട് ചോദിച്ചു എന്തുവാണ് നീയെ? ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രയാസമുണ്ട്, അപ്പനും അമ്മയും സുഖമില്ല, എനിക്ക് ഡിസ്ചാർജ് വേണം. പേടിക്കണ്ട, ഐ വിൽ ഗെറ്റ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് നീയൊക്കെ ചിന്തിക്കുന്ന പോലല്ല, അന്നത്തെ USSR റഷ്യ ഇന്നത്തെ റഷ്യ അല്ല, അവിടെ ഞാൻ പോണ്ടി വന്നു. അവിടെ പോയി സുസ്ഥിരമായ ജോലി ചെയ്ത് ഞാൻ അവിടുന്ന് ഒരു ഷിപ്പ് തിരിച്ചു വരിക. അപ്പോൾ എൻ്റെ കമാൻഡിംഗ് ഓഫീസർ INS അമ്പയിലെ കമാൻഡിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ശുങ്കറായിരുന്നു. അവൻ്റെ മുന്നിൽ റിക്വസ്റ്റുമായിട്ട് ചെന്നപ്പോൾ അവനോട് ചോദിച്ചു കാര്യങ്ങൾ. ഓക്കെ, I will make sure that you will get it. But I didn't get. ഞാൻ ആ ഷിപ്പുമായിട്ട് വിശാഖപട്ടണത്ത് വന്നു. അവിടുന്ന് ഈ എൻ്റെ 6 വർഷത്തെ സർവീസ് മുഴുവൻ ഷിപ്പിലായതുകൊണ്ട് എന്നെ അവർ കരയ്ക്കോട്ട് തട്ടി INS കുഞ്ഞാലിയിലോട്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെയും എൻ്റെ കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ ശുങ്കർ. അവൻ്റെ മുൻപിൽ ഞാൻ പേപ്പറുമായിട്ട് ചെന്നപ്പോൾ ചോദിച്ചു, എടാ നീ നേരത്തെ എൻ്റെ അടുത്ത് വന്നില്ലയോ, നിനക്ക് കിട്ടിയില്ലയോ? ഐ മേക്ക് ഷുവർ ദാറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ് നൗ. As soon as possible, you go and live. കോപ്പേ, ഈ ലോക ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ആത്മാർത്ഥ സേവനം കൊണ്ട് എനിക്ക് കിട്ടി. അവിടുന്ന് എൻ്റെ ലീവിന് വിട്ടു. തിരിച്ച് വിതിൻ നോ ടൈം അവർ വിളിച്ചു, വാ, ഉടനെ വാ. ഞാൻ അവിടെ ചെന്ന് ഡിസ്ചാർജിൻ്റെ പേപ്പറിനെ ശരിയാക്കി കൊടുത്ത് ചിന്തിച്ചു പോന്നു. ഇനിയുമാണ് എൻ്റെ ചരിത്രം. ഈ സമയത്തൊക്കെ ഒരു അപരാധി പൂർവ്വമാണ്, അതായത് ഒരു നേഴ്സ് അവളെ സ്നേഹിച്ചു. അതെൻ്റെ തെറ്റ്. അവളുടെ ജീവചരിത്രം മുഴുവൻ എനിക്കറിയാം. ഞാൻ എങ്ങനെ അവളെ കെട്ടിയെന്ന് വരെ ഇനി ചരിത്രം പറയാനൊക്കത്തില്ല. വേണ്ട. ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും പിണങ്ങിയിട്ട് അവളെ വിവാഹം കഴിച്ചു. ജീവിതത്തിൻ്റെ സന്തോഷ നാളുകൾ. എന്തിന്? ദോഹയിൽ ജോലി 17 വർഷം ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ എയർഫീൽഡ് ലൈറ്റ് സൂപ്പർവൈസറായിട്ട് 17 വർഷം ജോലി ചെയ്തു. ഒരു മനുഷ്യനും എൻ്റെ ജോലിയിൽ ഇടപെടേണ്ടി വന്നിട്ടില്ല. ഈ 17 വർഷത്തിൽ ഇന്നും നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾ അന്വേഷിച്ചോ, ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പാദയാത്രയ്ക്ക് പോലും എന്നെ വിളിച്ചാൽ ഞാൻ എൻ്റെ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് എയർപോർട്ടിൽ ചെന്ന് എന്താ പ്രോബ്ലം നോക്കി അത് സോൾവ് ചെയ്യുമായിരുന്നു. അതൊക്കെ പോട്ടെ. പക്ഷെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ചെയ്തു കൊടുത്ത ഗുണങ്ങൾ അവർ എന്നെ വിദ്യയാക്കുമായിരുന്നു. സാരമില്ല, ഞാൻ നാട്ടിൽ വന്നിട്ട് എൻ്റെ കാശിനെ കണ്ടോണ്ട് ഓരോ അവന്മാർ ഓരോ പണിമാറ്റ് വന്നു.
രവി ആൽമൂടൻ വന്നൊരു ഫിലിമിൻ്റെ കാര്യം പറഞ്ഞു. ഫിലിം അത് പി ജി വിശ്വംഭരൻ ഡയറക്റ്റ് ചെയ്ത ഫിലിം ദാദ. ഞാൻ എന്നെ പിടിച്ചിട്ട് പോയി കോട്ടയം മനോരമയുടെ ഓഫീസിൽ ചെന്നു. അവിടെ അടൂർഭാസിയുടെ സഹോദരനാണ് അവിടെ മനോരമ വീക്കിലുടെ ഇതായിരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, നീ നിൻ്റെ മോളെ കൊണ്ടുപോവാ, ക്രിസ്തുമസിനെ നിൻ്റെ മോടെ ഫോട്ടോ ഞാൻ ഈ മനോരമയിലുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ, അതൊക്കെ ഞാൻ നടക്കുന്നു. പക്ഷേ ഞാൻ പല ഫിലിമിനും ആക്ട് ചെയ്തു. കാരണം ഒരുത്തൻ്റെ ഇത് പ്രതിഫലം മേടിച്ചില്ല. പക്ഷേ എനിക്കൊരു ചാൻസ് കിട്ടി ഒരു സീരിയൽ പിടിക്കാനായിട്ട്. അവരാണ് പൂറി മോളെ. ഞാൻ അവളെ അങ്ങനെ വിളിക്കുന്നത് വെറുതെ കൊണ്ടല്ല. ശ്രീലേഖ IPS അവളെഴുതിയ 10 കഥയിൽ ഒരു കഥ സീരിയലെടുക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചു. എഗ്രിമെൻ്റ് എഴുതി എല്ലാം. സതീഷ് അനന്തപുരി എന്ന് പറഞ്ഞ്, അതായത് ഏഷ്യാനെറ്റ് തുടങ്ങുന്ന സമയത്ത് സതീഷ് അനന്തപുരിയാണ് ആദ്യമായിട്ട് സീരിയൽ എടുത്ത് കൊടുക്കുന്നത്. ആ മനുഷ്യൻ എന്നെ കോണ്ടാക്ട് ചെയ്ത് അതൊക്കെ ശരിയായി. അത് എഗ്രിമെൻ്റ് എഴുതി. ഒടുവിൽ ഞാൻ എൻ്റെ കൂടെ നിൽക്കേണ്ട എൻ്റെ ഭാര്യ അവള് അക്കൗണ്ടന്റ്. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വലിയ മോളെ കെട്ടിയ പരപ്പൂറി മോൻ മനോജ്, അവരാതി പൂറി മോൻ, അവനെ എന്നെ കൊന്നിട്ട് എൻ്റെ കാശ് കൊണ്ടുപോകാൻ നിരൂപിച്ചവനാ. ഞാൻ കൊണ്ട് പറഞ്ഞില്ല. അവരാതി മോൻ. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഫിലിം ഷൂട്ടിങ് സീരിയൽ ഷൂട്ടിങ് ചെയ്യുന്നിടത്ത് നീ കൂടെ എൻ്റെ കൂടെ വാ, നമുക്കൊരു മാസം സന്തോഷമായിട്ട് ജീവിക്കാം. പക്ഷെ അവൾ വന്നില്ല. എൻ്റെ അപരാധി പൂറിമോൻ, മാരുമോൻ, മനോജ്, കഴിവറ അവൻ ഞാൻ ഫിലിം സീരിയൽ ഷൂട്ട് ചെയ്യുക എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഭാര്യയെ ദുബൈക്ക് വിടാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്തു. ഇനിയും ബാക്കി കഥ ഞാൻ പറഞ്ഞില്ല. അവരാതി പൂറിമോൻ എന്നും എൻ്റെ ഈ ലൈവ് കാണുകൾ അവരാതി പൂറിമോനെ, നിന്റെ ജീവിതത്തിൽ നീ നശിക്കാൻ പോവുക. നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി.